നമസ്കാരം. അപ്പൊ നമ്മുടെ കേട്ടറ്റ് എക്സാം ഇങ്ങ് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട്. 18-ാം തീയതിയാണ് നമ്മുടെ എക്സാം. അപ്പൊ ഇപ്പം ഏകദേശം കൂട്ടുകാരൊക്കെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി റിവിഷനുള്ള സമയമാണ്. അപ്പൊ നമുക്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതൊരു റിവിഷനും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇതൊരു ഓഡിയോ ക്ലാസ് ആണ്. കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണ്. എക്സാം ആയതുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്കും സൈക്കോളജി ആണ് കേട്ടോ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സൈക്കോളജിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പഠന വൈകല്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ പഠിച്ചേക്കുന്നതാണ് പഠന വൈകല്യങ്ങൾ ഏതൊക്കെയാണ് പഠന വൈകല്യങ്ങൾ. വേഗം ഒന്ന് ഓർത്ത് നോക്കിക്കോ. ഞാൻ പറയുമ്പോഴേക്കും പഠന വൈകല്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ വൈകല്യങ്ങൾ ഓടി വരണം. ഏതൊക്കെയാണ്? ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ. ഇത് എന്തൊക്കെയായിരിക്കും? വേഗം ഒന്ന് ഓർത്ത് നോക്കിയേ. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതാനുള്ള വൈകല്യം. അതേപോലെ തന്നെ ആലേഖന വൈകല്യം, എഴുതാനുള്ള വൈകല്യം അല്ലെങ്കിൽ ആലേഖന വൈകല്യം. ഇനി അടുത്തതാണ് ഡിസ്പ്രാക്സിയ, പേശി പ്രവർത്തനത്തിലെ പ്രശ്നങ്ങളാണ്. ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പേശി പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ. ഇനി ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാലോ വായന വൈകല്യം, ഭാഷാ പ്രശ്നങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഡിസ്ലെക്സിയ എന്നാണ് വായനാ വൈകല്യം. ഡിസ്ലെക്സിയ എന്നാണ് വായനാ വൈകല്യം. ഇനി അടുത്തത് ഏതാണ്? ഡിസ്കാൽക്കുലിയ. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഗണിതത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്. അപ്പൊ നമ്മുടെ പഠന വൈകല്യങ്ങള് ഓർത്തിരിക്കുക, 4 ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ, ഡിസ്ലെക്സിയ, ഡിസ്കാലിക്കുലിയ. ഡിസ്ഗ്രാഫിയ, ഗ്രാഫിയ എഴുതാനുള്ളത് അല്ലെങ്കിൽ ആലേഖന വൈകല്യം എന്നും കൂടി പറയാം. ഡിസ്പ്രാക്സിയ പേശി പ്രവർത്തനത്തിലുള്ള പ്രാക്ടീസ് ചെയ്യാൻ എന്തായിരിക്കും? നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൈയും കാലൊക്കെ അനക്കണം. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഡിസ്പ്രാക്സിയ പേശി പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ. ഡിസ്ലെക്സിയ വായനാ വൈകല്യം അല്ലെങ്കിൽ ഭാഷാ പ്രശ്നങ്ങൾ. ഡിസ്കാൽക്കുലിയ ഗണിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. പഠിച്ചല്ലോ പഠന വൈകല്യങ്ങൾ. ഇനി എങ്ങനെയൊക്കെ ചോദിച്ചാലും ആൻസർ എഴുതിക്കോളൂലേ. ഇനി അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇപ്പം ഘടനാവാദം ആരാണ് കൊണ്ടുവന്നത്, അങ്ങനെ ഓരോ വക്താക്കളെ കുറിച്ചിട്ടാണ് അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് കൂട്ടുകാരൊന്ന് എഴുതി വെച്ചോട്ടോ. മറ്റേ നമുക്ക് പെട്ടെന്ന് ഓർത്താലും കിട്ടുന്നതാണ്. പക്ഷെ ഈ വക്താക്കൾ നമ്മളൊന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. അപ്പൊ വക്താക്കള് ആദ്യം നമ്മൾ പറയുന്നത് ഘടനാവാദം ആരുടെയാണ്? ഘടനാവാദം വില്യം വൂണ്ടിനെയാണ്. വില്യം വൂണ്ട്. ഘടനാവാദം ആരുടെയാണ്? വില്യം വൂണ്ട്. ധർമ്മവാദം വില്യം ജെയിംസ്. ധർമ്മവാദം ആരുടെയാണ്? വില്യം ജെയിംസ്. അടുത്തതാണ് വ്യവഹാരവാദം ആരുടെയാണ്? വേഗം പറഞ്ഞേ. ജെ.ബി. വാട്സൺ. വ്യവഹാരവാദം ജെ.ബി. വാട്സൺ. സമഗ്രതാവാദം മാക്സ് വർത്തിമർ. മനോവിശ്ലേഷണം സിഗ്മണ്ട് ഫ്രോയിഡ്. മാനവികതാവാദം കാൾ റോജറും എബ്രഹാം മാസ്ലോ ആണ്. മാനവികതാവാദം കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോ ആണ്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം വൈഗോസ്കി. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം ആരാണ്? വൈഗോസ്കി. ഹോർമിക് മനഃശാസ്ത്രം ആരായിരിക്കും? മക്ഡൂഗൽ. ഹോർമിക് മനഃശാസ്ത്രം മക്ഡൂഗൽ. വ്യക്തിത്വ മനഃശാസ്ത്രം വില്യം സ്റ്റേൺ. സാഹചര്യവാദം അരിസ്റ്റോട്ടിൽ. ഒന്നുകൂടി പറയാം. ഘടനാവാദം വില്യം വൂണ്ട്. ധർമ്മവാദം വില്യം ജെയിംസ്. വ്യവഹാരവാദം ജെ.ബി. വാട്സൺ. സമഗ്രതാവാദം മാക്സ് വർത്തിമർ. മനോവിശ്ലേഷണം സിഗ്മണ്ട് ഫ്രോയിഡ്. മാനവികതാവാദം കാൾ റോജേഴ്സും അബ്രഹാം മാസ്ലോയും ഉണ്ട്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം വൈഗോസ്കി. ഹോർമിക് മനഃശാസ്ത്രം മക്ഡൂഗൽ. വ്യക്തിത്വ മനഃശാസ്ത്രം വില്യം സ്റ്റേൺ. സാഹചര്യവാദം അരിസ്റ്റോട്ടിൽ. അപ്പൊ നമ്മൾ വീണ്ടും കേൾക്കുന്നത് വഴി നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് തറഞ്ഞോളും. ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട വഴി എന്താണ് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിക്കോളും. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് പഠനത്തിലെ സമഗ്രതാ നിയമങ്ങൾ. വളരെ പ്രധാനപ്പെട്ടതാണ്. പഠനത്തിലെ സമഗ്രതാ നിയമങ്ങൾ. എത്ര നിയമങ്ങളുണ്ട്?
5 നിയമങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ സാമാന്യത നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി. രണ്ടാമത്തെ സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. മൂന്നാമത്തെ സമ്പൂർണ്ണ നിയമം, അതായത് പരിപൂർത്തി നിയമം എന്ന് പറയാം, ലോ ഓഫ് ക്ലോഷർ. നാലാമത്തേതാണ് തുടർച്ചാ നിയമം അഥവാ ലോ ഓഫ് കണ്ടിന്യൂറ്റി. അഞ്ചാമത്തെയാണ് രൂപ പശ്ചാത്തല ബന്ധം, ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ. ഇത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക്. എന്തായിരിക്കും സാമാന്യത നിയമം എന്ന് പറഞ്ഞാൽ സാദൃശ്യ നിയമം വാക്കി തന്നെ ഉണ്ടല്ലേ, സാദൃശ്യമായിട്ടിരിക്കുക, സിമിലാരിറ്റി ഉണ്ടാവാം. അംശങ്ങളെ സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായും പ്രത്യക്ഷണം ചെയ്യും. അതായത് സാദൃശ്യമായവയെ നമ്മൾ എന്തായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണത, അതാണ് എന്താണ് സാമാന്യത നിയമം അഥവാ സാദൃശ്യ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുന്നത്. എന്താണ്? അംശങ്ങളെ സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായും പ്രത്യക്ഷണം ചെയ്യും. എന്താണ് ഉദ്ദേശിക്കുന്നത്? സാദൃശ്യമായവ എന്തായിട്ട് നമ്മൾ കാണും? ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണത, അതാണ് എന്ത്? സാമാന്യത നിയമം. ഇനി അടുത്തതാണ് സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. സാമീപ്യ നിയമം അഥവാ ലോ ഓഫ് പ്രോക്സിമിറ്റി. അടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗ ചിത്രീകരണത്തിന് ഭാഗങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. അതായത് സമീപസ്ഥമായവയെ എന്തായിട്ട് ഒരു കൂട്ടമായിട്ട് കാണാനുള്ള പ്രവണത ഉണ്ടാകുന്നു. എന്താണ്? അടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ രംഗ ചിത്രീകരണത്തിന്റെ ഭാഗങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. അതായത് സമീപസ്ഥമായവയെ എന്തായിട്ട് കാണുന്നു? ഒരു കൂട്ടമായിട്ട് കാണാനുള്ള പ്രവണത ഉണ്ടാകുന്നു. അടുത്തതാണ് സമ്പൂർണ്ണ നിയമം അഥവാ പരിപൂർത്തി നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ. ഒരു രൂപത്തിലോ ചിത്രത്തിലോ ഉള്ള വിടവുകൾ പൂർത്തിയാക്കാനുള്ള പ്രവണത നമുക്ക് ഉണ്ട്. അതാണ് എന്ത്? സമ്പൂർണ്ണ നിയമം. ഇപ്പൊ ഒരു ചിത്രം വരച്ചാൽ കാണാം, ഡോട്ടിട്ട ചിത്രമാണെങ്കിൽ നമുക്ക് അത് എന്തായിരിക്കും പെട്ടെന്ന് തോന്നുക? നമ്മൾ അതിനെ ക്ലോസ്ഡ് ഫിഗർ ആയിട്ട് അങ്ങ് മനസ്സിൽ കാണും. ആ കുത്തുകളെല്ലാം ആ കുത്തുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടൊരു ചിത്രമായിട്ട് നമ്മൾ കാണുന്നു. അതാണ് എന്ത്? സമ്പൂർണ്ണ നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. ഒരു രൂപത്തിലോ ചിത്രത്തിലോ ഉള്ള വിടവുകൾ പൂർത്തിയാക്കാനുള്ള പ്രവണത, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പരിപൂർത്തി നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ അഥവാ സമ്പൂർണ്ണ നിയമം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നാലാമത്തെ നിയമമാണ് തുടർച്ചാ നിയമം അഥവാ ലോ ഓഫ് കണ്ടിന്യൂറ്റി. എന്തായിരിക്കും ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് എന്തായിരിക്കും ഇത്? ഒരു വട്ടം വരച്ച് അതിന്റെ മുകളിൽ പിന്നെയും വട്ടം വരച്ച് അങ്ങനെ കുറെ വട്ടങ്ങൾ വരച്ചാണ്. ആ ചിത്രം മനസ്സിലേക്ക് വരട്ടെ കേട്ടോ. അപ്പൊ അതെന്താണ്? ചിത്രത്തിലുള്ളത് ഒരുപാട് ഏകകേന്ദ്ര വൃത്തങ്ങളാണെങ്കിലും അത് ഒരു ചാക്രീക രേഖയായിട്ട് നമുക്ക് എന്ത് ചെയ്യും? തോന്നും. എല്ലാം നമ്മൾ കുറെ വൃത്തങ്ങൾ വരച്ചിട്ടുണ്ട്. ഒരു വൃത്തം വരച്ചു, അതിന്റെ ചുറ്റിലും വേറെ വൃത്തം വരച്ചു, പിന്നെയും വൃത്തം വരച്ചു, അങ്ങനെ ഒരു 5-6 വൃത്തം വരച്ചാലും നമുക്ക് അത് എന്തായിട്ട് തോന്നും? എല്ലാം ഓരോരോ വൃത്തങ്ങളാണ്, പക്ഷെ നമുക്ക് എന്തായിട്ട് തോന്നും? ഒരു ചാക്രീക രേഖയായിട്ട് തോന്നും. പ്രത്യേക ഘടകങ്ങളെ നമുക്ക് അർത്ഥപൂർണമായ ഒരു തുടർരേഖയോ രൂപമാതൃകയോ കിട്ടാൻ പാകത്തിൽ നാം ശൃംഖലനം ചെയ്യുന്നുവെന്നാണ് ഈ നിയമം സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതാണ് അഞ്ചാമത്തെ രൂപ പശ്ചാത്തല ബന്ധം, ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ. വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നും വിവേചിച്ചറിയുന്നു. അതോടൊപ്പം പശ്ചാത്തലത്തിനനുസരിച്ച് ഭിന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നു. എന്താണ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ എന്ന് പറഞ്ഞ രൂപ പശ്ചാത്തല ബന്ധം? വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? വിവേചിച്ചറിയുന്നു, എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം പശ്ചാത്തലത്തിനനുസരിച്ച് ഭിന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഏത്? പഠനത്തിലെ സമഗ്രത നിയമങ്ങൾ. ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് കണ്ടിന്യൂറ്റി, ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റോബർട്ട് മിൽസ് ഗാഗ്നയുടെ പഠനത്തിന്റെ ക്രമീകരണ ശ്രേണിയെ കുറിച്ചിട്ടാണ്. ഗാഗ്നയുടെ എന്തായിരിക്കും? ഗാഗ്നയുടെ പഠന ശ്രേണി എന്തായിരിക്കും? 8 കാര്യങ്ങൾ പഠിക്കാണ്ടല്ലേ, 8 സ്റ്റെപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ സംജ്ഞാ പഠനം, സിഗ്നൽ ലേണിംഗ്. രണ്ടാമത്തെ ചോദക പ്രതികരണ പഠനം, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. മൂന്നാമത്തെ ശൃംഖലനം, അതായത് ചെയിനിങ്. നാലാമത്തെ ഭാഷാപര സംയോജനം, വെർബൽ അസോസിയേഷൻ. 5 ബഹുമുഖ വിവേചനം, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ.
6 ആശയ പഠനം കൺസെപ്റ്റ് ലേണിംഗ്, 7 തത്വ പഠനം പ്രിൻസിപ്പൽ ലേണിംഗ്, 8 പ്രശ്ന നിർദ്ധാരണം പ്രോബ്ലം സോൾവിങ്. ഇത് ഈ ഓർഡർ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോൾ ആദ്യത്തെ 2 തന്നിട്ട് മൂന്നാമത്തെ ഏതാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അവസാനത്തെ 2 തന്നിട്ട് അതിന് തൊട്ട് മുമ്പുള്ളത് ഏതാന്ന് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഓർഡർ നിർബന്ധമായിട്ടും പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഗാഗിനയുടെ പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി. ഓക്കെ, ഏതൊക്കെയാണ്? സംജ്ഞാ പഠനം, സിഗ്നൽ ലേണിംഗ്, ചോദക പ്രതികരണ പഠനം, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ശൃംഖലനം ചെയിനിങ്, ഭാഷാപര സംയോജനം വെർബൽ അസോസിയേഷൻ, ബഹുമുഖ വിവേചനം മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, ആശയ പഠനം കൺസെപ്റ്റ് ലേണിംഗ്, തത്വ പഠനം പ്രിൻസിപ്പൽ ലേണിംഗ്, പ്രശ്ന നിർദ്ധാരണം പ്രോബ്ലം സോൾവിങ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളുമാണ്. ഒരു കോട്സ് തന്നിട്ട് ഈ കോട്ട് ആരുടെയാന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഏറ്റവും തെരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് പേരുടെ കോട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഇതാണ്: നീതിപൂർവമല്ലാത്ത അറിവിനെ വിവേകമെന്ന് വിശേഷിപ്പിക്കാനാവില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന്. നീതിപൂർവമല്ലാത്ത അറിവിനെ വിവേകമെന്ന് വിശേഷിപ്പിക്കാനാവില്ല പറഞ്ഞത് ആരാണ്? പ്ലേറ്റോ. ആരാണ്? പ്ലേറ്റോ. അടുത്തത്: വിദ്യാഭ്യാസം സമൃദ്ധിയുടെ സമയങ്ങളിൽ ആഭരണവും വൈവിധ്യത്തിന്റെ ഘട്ടങ്ങളിൽ ഒരു ആശ്രയവുമാണ് പറഞ്ഞത് ആരാണ്? അരിസ്റ്റോട്ടിൽ. എന്താണ് പറഞ്ഞത് അദ്ദേഹം? വിദ്യാഭ്യാസം സമൃദ്ധിയുടെ സമയങ്ങളിൽ ആഭരണവും വൈപരീത്യത്തിന്റെ ഘട്ടങ്ങളിൽ ഒരു ആശ്രയവുമാണ്. അരിസ്റ്റോട്ടിലാണ് പറഞ്ഞത്. അടുത്തത്: ലളിതമായ വിഷയങ്ങളിൽ നിന്നും വിഷമകരമായ വിഷയങ്ങളിലേക്കായിരിക്കണം അധ്യാപകന്റെ ഗതി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന്. ലളിതമായ വിഷയങ്ങളിൽ നിന്നും വിഷമകരമായ വിഷയങ്ങളിലേക്കായിരിക്കണം അധ്യാപകന്റെ ഗതി. ഇത് പറഞ്ഞത് ആരാണ്? കോമനിയസ് ആണ്. ആരാണ്? കോമനിയസ്. അടുത്ത കോട്ട്: 6 വയസ്സുവരെയെങ്കിലും കുട്ടികളെ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല, കുട്ടി പഠിക്കുന്നത് അനുഭവങ്ങളിലൂടെ ആയിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? 6 വയസ്സുവരെയെങ്കിലും കുട്ടികളെ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല, കുട്ടി പഠിക്കുന്നത് അനുഭവങ്ങളിലൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? റൂസോ. ആരാണ്? റൂസോ. അടുത്തത്: ആശ്ചര്യമാണ് വിവേകത്തിന്റെ തുടക്കം. ആശ്ചര്യമാണ് വിവേകത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞത് ആരാണ്? സോക്രട്ടീസ് ആണ്. ആരാണ്? സോക്രട്ടീസ്. അടുത്തത്: അടിസ്ഥാന വിദ്യാഭ്യാസം എന്നാൽ കുട്ടികളെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് പറഞ്ഞത് ആരായിരിക്കും? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നമ്മുടെ ഗാന്ധിജിയാണ് അല്ലെ. അടിസ്ഥാന വിദ്യാഭ്യാസം എന്നാൽ കുട്ടികളെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജി. അടുത്തത്: വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം മനുഷ്യ മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ടാഗോർ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം മനുഷ്യ മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ടാഗോർ ആണ്. അടുത്തത്: റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ നൽകി വരുന്ന വിദ്യാഭ്യാസം ഏത് വിദ്യാഭ്യാസ രീതിയിൽ പെടുന്നു? റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ നൽകി വരുന്ന വിദ്യാഭ്യാസം ഏത് വിദ്യാഭ്യാസ രീതിയിലായിരിക്കും പെടുന്നത്? വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് പെടുന്നത്. അപ്പൊ സാമൂഹികവും സന്മാർഗികവുമായ മൂല്യങ്ങൾ വികസിപ്പിക്കുന്നതിന് പ്രയോജനപ്പെടുത്താവുന്ന ശക്തമായ ഒരു ആശയവിനിമയ മാധ്യമമാണ് ഏത്? റേഡിയോ. എന്താണ്? സാമൂഹികവും സാന്മാർഗികവുമായ മൂല്യങ്ങൾ വികസിപ്പിക്കുന്നതിന് പ്രയോജനപ്പെടുത്താവുന്ന ശക്തമായ ഒരു ആശയവിനിമയ മാധ്യമമാണ് ഏത്? റേഡിയോ. റേഡിയോ, ടെലിവിഷൻ, വർത്തമാന പത്രങ്ങൾ എന്നിവ വിദ്യാഭ്യാസ രംഗത്തെ ആനുഷംഗിക അതായത് ഇൻഫോർമൽ വിദ്യാഭ്യാസ ഏജൻസികളായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം ആനുഷംഗിക അല്ലെങ്കിൽ ഇൻഫോർമൽ വിദ്യാഭ്യാസ ഏജൻസികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? റേഡിയോ, ടെലിവിഷൻ, വർത്തമാന പത്രങ്ങളൊക്കെയാണ്. വിദ്യാഭ്യാസത്തിന് ഔപചാരികം അതായത് ഫോർമൽ, അനൗപചാരികം നോൺ ഫോർമൽ, ആനുഷംഗികം ഇൻഫോർമൽ എന്നിങ്ങനെ 3 തരങ്ങളുണ്ട്. ഏതാണ്? വിദ്യാഭ്യാസത്തിന് ഏതാണ്? ഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർമൽ എന്ന് പറയുന്നത് ഏതാണ്? ഔപചാരികം. നോൺ ഫോർമൽ എന്ന് പറഞ്ഞത് അനൗപചാരികം. ഇൻഫോർമൽ എന്ന് പറഞ്ഞത് ആനുഷംഗികം. ഇങ്ങനെ 3 രൂപങ്ങളുണ്ട്.
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി നേടുന്നതാണ് ഏത്? ഔപചാരിക വിദ്യാഭ്യാസം, ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിട്ട് പഠിക്കുന്നത്. ഔപചാരികതയുടെ ചിട്ടവട്ടങ്ങളില്ലാതെ, പ്രായം, സിലബസ്, ക്ലാസ് മുറികൾ ബാധകമില്ലാതെ നടത്തുന്ന വിദ്യാഭ്യാസമാണ് ഏത്? അനൗപചാരിക വിദ്യാഭ്യാസം അഥവാ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ഔപചാരികതയുടെ ചിട്ടവട്ടങ്ങളില്ലാതെ, പ്രായം, സിലബസ്, ക്ലാസ് മുറികൾ ഒന്നും തന്നെ ബാധകമില്ലാതെ നടത്തുന്ന വിദ്യാഭ്യാസം ഏതാണ്? അനൗപചാരിക വിദ്യാഭ്യാസമാണ്. ഇനി കാൻഫഡ്, ഗ്രന്ഥശാല സംഘം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങിയവ കേരളത്തിന്റെ അനൗപചാരിക, അതായത് ഏതാണ്, നോൺ ഫോർമൽ വിദ്യാഭ്യാസ ഏജൻസികളാണ്. അപ്പൊ അനൗപചാരിക വിദ്യാഭ്യാസ ഏജൻസികൾ ഏതൊക്കെയാണ്? കാൻഫഡ്, ഗ്രന്ഥശാല സംഘം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങിയവ നടത്തുന്ന ക്ലാസ്സുകളൊക്കെ എന്താണ്? നോൺ ഫോർമൽ എഡ്യൂക്കേഷന് ഉദാഹരണമാണ്. അടുത്തത്, ജീവിതത്തെ പ്രതിസന്ധി ഘട്ടങ്ങളായി വിഭജിച്ചുകൊണ്ടുള്ള സിദ്ധാന്തം രൂപവൽക്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരായിരിക്കും? ജീവിതത്തെ പ്രതിസന്ധി ഘട്ടങ്ങളായിട്ട് വിഭജിച്ചത് ആരാണ്? എറിക് എച്ച് എറിക്സൺ ആണ്. ആരാണ്? എറിക് എച്ച് എറിക്സൺ. അടുത്തത്, ട്രയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ട്രയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത്? സ്റ്റേൺബർഗ് ആണ് അല്ലെ. ട്രയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ്? സ്റ്റേൺബർഗ് ആണ്. ബുദ്ധിയെ കുറിച്ചുള്ള സിദ്ധാന്തമാണ് ഏത്? ട്രയാർക്കിക് സിദ്ധാന്തം. ട്രയാർക്കിക് സിദ്ധാന്തം എന്താണ്? ബുദ്ധിയെ കുറിച്ചുള്ള സിദ്ധാന്തമാണ്. ഒരു വ്യക്തിയുടെ വ്യവഹാരങ്ങളിൽ പ്രതിഫലിക്കുന്ന ഒരു സവിശേഷ ഗുണമാണ് എന്ത്? ബുദ്ധി. ഒരു വ്യക്തിയുടെ വ്യവഹാരങ്ങളിൽ പ്രതിഫലിക്കുന്ന ഒരു സവിശേഷ ഗുണമാണ് എന്ത്? ബുദ്ധി. ഇനി ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം രൂപവൽക്കരിച്ചത് ആരായിരിക്കും? ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡ് ആണ് അല്ലെ. JP ഗിൽഫോർഡ്. ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം രൂപീകരിച്ചത് ആരാണ്? രൂപവൽക്കരിച്ചത് JP ഗിൽഫോർഡ് ആണ്. അങ്ങനെയെങ്കിൽ ദ്വിതല സിദ്ധാന്തം ആരായിരിക്കും കൊണ്ടുവന്നത്? ആർതർ ജെൻസൺ ആണ്. ദ്വിതല സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആർതർ ജെൻസൺ. ബുദ്ധിയുടെ പൊതു സ്വഭാവത്തെ ഫ്ലൂയിഡ് ഇന്റലിജൻസ്, ക്രിസ്റ്റൽ ഇന്റലിജൻസ് എന്നിങ്ങനെ രണ്ടു ഘടകങ്ങളായി തിരിച്ചത് ആരാണ്? റൈമണ്ട് കാറ്റിലാണ്. ബുദ്ധിയുടെ പൊതു സ്വഭാവത്തെ ഫ്ലൂയിഡ് ഇന്റലിജൻസ്, ക്രിസ്റ്റൽ ഇന്റലിജൻസ് എന്നിങ്ങനെ രണ്ടു ഘടകങ്ങളായിട്ട് തിരിച്ചത് ആരാണ്? റൈമണ്ട് കാറ്റിലാണ്. ബുദ്ധിയുടെ പൊതു സ്വഭാവത്തെ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നും ക്രിസ്റ്റൽ ഇന്റലിജൻസ് എന്നും എന്നിങ്ങനെ രണ്ട് ഘടകങ്ങളായിട്ട് തിരിച്ചത് ആരാണ്? റൈമണ്ട് കാറ്റിലാണ്. മനുഷ്യന്റെ അനുഭവങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒഴിഞ്ഞ സ്ലേറ്റ് ആണ് മനുഷ്യ മനസ്സ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മനുഷ്യന്റെ അനുഭവങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒഴിഞ്ഞ സ്ലേറ്റ് ആണ് മനുഷ്യ മനസ്സ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജോൺ ലോക്ക് ആണ്. ആരാണ്? ജോൺ ലോക്ക്. മനസ്സ് അതിന്റെ പ്രാഥമിക അവസ്ഥയിൽ വെറും കടലാസ് പോലെയാണ് എന്ന് അഭിപ്രായപ്പെടുകയും ടാബുല റാസ തിയറി രൂപവൽക്കരിക്കുകയും ചെയ്തത് ആരാണ്? ജോൺ ലോക്കാണ്. അപ്പൊ ടാബുല ജോൺ ലോക്കാണ്. പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞത്? അത് മനസ്സെന്താണ്? ഒരു കടലാസ് പോലെ ആണ്, ഒരു സ്ലേറ്റ് പോലെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത്, ഒഴിഞ്ഞ ഒരു സ്ലേറ്റ് പോലെയാണ് മനുഷ്യ മനസ്സ് എന്ന് പറഞ്ഞ് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്കാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ടാബുലർ റാസ തിയറി ആരുടെയാണ്? ജോൺ ലോക്കാണ്. ജനിക്കുമ്പോൾ ശിശുവിന്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ പിതാവ് എന്നും ജോൺ ലോക്ക് അറിയപ്പെടുന്നു. ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ പിതാവ് ആര് തന്നെയാണ്? ജോൺ ലോക്കാണ്. ഇനി അദ്ദേഹത്തിന്റെ കൃതികളാണ് സം തോട്ട്സ് കൺസേണിംഗ് എഡ്യൂക്കേഷൻ. അദ്ദേഹത്തിന്റെ കൃതിയാണ് ഏതെന്ന്? സം തോട്ട്സ് കൺസേണിംഗ് എഡ്യൂക്കേഷൻ. സം തോട്ട്സ് കൺസേണിംഗ് എഡ്യൂക്കേഷൻ എന്ന കൃതിയാണ് ജോൺ ലോക്കിന്റെ. പൊതുവിദ്യാഭ്യാസത്തിനു പകരം സ്വകാര്യ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. പൊതുവിദ്യാഭ്യാസത്തിനു പകരം സ്വകാര്യ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഓക്കെ. എമിലി എന്ന പുസ്തകം ആരുടെ ആയിരിക്കും? എമിലി എന്ന പുസ്തകം റൂസോന്റെ ആണ് അല്ലെ. ആരുടെയാണ് എമിലി എന്ന പുസ്തകം? റൂസോന്റെയാണ്. ഇനി ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിന്റെ പ്രധാന വക്താക്കൾ ആരൊക്കെയാണ്? ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിന്റെ പ്രധാന വക്താക്കള്
മാക്സ് വെർത്തിമർ, കട്ട് കോഫ്ക, കോഹ്ലർ. ആരൊക്കെയാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിന്റെ പ്രധാന വക്താക്കള്? മാക്സ് വെർത്തിമർ, കട്ട് കോഫ്ക, കോഹ്ലർ. പരിസരത്തിന്റെ സമഗ്രതയിൽ നിന്നുളവാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന്റെ നിദാനം എന്ന് കരുതുന്ന സമീപനം ഏതായിരിക്കും? ഗസ്റ്റാൾട്ട് സിദ്ധാന്തമാണ്. പരിസരത്തിന്റെ സമഗ്രതയിൽ നിന്നുളവാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് നിദാനം എന്ന് കരുതുന്ന സമീപനം ഏതാണ്? ഗസ്റ്റാൾട്ട് സിദ്ധാന്തമാണ്. IQ 130-നും 150-നും അതിനു മുകളിലും ഉള്ള പഠിതാക്കളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രതിഭാശാലികൾ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് പേഴ്സൺ എന്ന് വിളിക്കാം അല്ലെ. IQ 130-നും 150-നും അതിനു മുകളിലുമുള്ള പഠിതാക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കാം? അവരെ പ്രതിഭാശാലികൾ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് പേഴ്സൺ എന്ന് വിളിക്കുന്നു. സാമാന്യമായ കഴിവുകളിൽ നിന്നും സവിശേഷമായി ഉയർന്നു നിൽക്കുന്ന വ്യക്തികളാണ് ആര്? പ്രതിഭാശാലികൾ. ധാർമ്മികവും ശാരീരികവും വൈകാരികവും സാമൂഹികവും ബുദ്ധിപരവും സൗന്ദര്യ ശാസ്ത്രപരവും തുടങ്ങി എല്ലാ മേഖലകളിലും പ്രതിഭാശാലികളെ കണ്ടെത്താനായിട്ട് കഴിയും. അടുത്തത്, യഥാർത്ഥ വികസന തലത്തിൽ നിന്നും സമീപസ്ഥ വികസന തലത്തിൽ എത്തിച്ചേരാൻ പഠിതാവിന് നൽകുന്ന സഹായം ഏതായിരിക്കും? കൈത്താങ് അഥവാ സ്കഫോൾഡിംഗ്. യഥാർത്ഥ വികസന തലത്തിൽ നിന്നും സമീപസ്ഥ വികസന തലത്തിൽ എത്തിച്ചേരാൻ പഠിതാവിന് നൽകുന്ന സഹായമാണ് ഏത്? കൈത്താങ് അഥവാ സ്കഫോൾഡിംഗ്. ഓക്കെ. അങ്ങനെയെങ്കിൽ വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കാം? വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ബുദ്ധിശക്തി, താല്പര്യം, മനോഭാവം, അഭിരുചി, അഭിപ്രേരണ, സർഗാത്മകത, വ്യക്തിത്വം. വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ബുദ്ധിശക്തി, താല്പര്യം, മനോഭാവം, അഭിരുചി, അഭിപ്രേരണ, സർഗാത്മകത, വ്യക്തിത്വം. അടുത്തത്, ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയയിലെ 3 ഘട്ടങ്ങൾ ഏതാണ്? ഒന്നാമത്തെ പ്രവർത്തന ഘട്ടം ഇനാക്റ്റീവ് സ്റ്റേജ്, രണ്ടാമത്തെ ബിംബന ഘട്ടം ഐക്കോണിക് സ്റ്റേജ്, മൂന്നാമത്തെ പ്രതിരൂപാത്മക ഘട്ടം സിംബോളിക് സ്റ്റേജ്. ഏതൊക്കെയാണ്? പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. അപ്പൊ എന്തായിരിക്കും പ്രവർത്തന ഘട്ടം അഥവാ ഇനാക്റ്റീവ് ഘട്ടം സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് കൊണ്ടുള്ള പഠനമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള പഠനമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടുള്ള പഠനമാണിത്. ഇങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഭാഷയിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ ചിലപ്പോൾ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഏതൊരു ആശയത്തിന്റെയും പ്രാഥമിക തലം പ്രവർത്തനത്തിൻ്റെതാണെന്നാണ് അദ്ദേഹം, അതായത് ബ്രൂണർ പറയുന്നത്. അപ്പൊ പ്രവർത്തിച്ച് പഠിക്കുക, പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള പഠനമാണ് പ്രവർത്തന ഘട്ടം. അങ്ങനെയാണെങ്കിൽ ബിംബന ഘട്ടം എന്തായിരിക്കും? ഐക്കോണിക് സ്റ്റേജ്. നേരിട്ടുള്ള അനുഭവത്തിനു പകരം ബിംബങ്ങൾ, അതായത് ചിത്രങ്ങളോ മോഡലുകളൊക്കെ വരാം, ഉപയോഗിച്ചു കൊണ്ടുള്ള പഠനമാണ് ഏത്? ബിംബന ഘട്ടത്തില് വരുന്നത്, ഐക്കോണിക് സ്റ്റേജില് വരുന്നത്. മാത്സ് ഒക്കെ നമ്മൾ എന്തായിരിക്കും? ത്രികോണത്തിന്റെ ഒക്കെ മോഡല് കാണിച്ചു കൊടുത്തിട്ട് പഠിപ്പിക്കൂലേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നേരിട്ടുള്ള അനുഭവത്തിന് പകരം ബിംബങ്ങൾ, ചിത്രങ്ങളും മോഡലുകളൊക്കെ ഉപയോഗിച്ചുള്ള പഠനമാണ് ഏത്? ബിംബന ഘട്ടം അഥവാ ഐക്കോണിക് സ്റ്റേജില് വരുന്നത്. ഇനി പ്രതിരൂപാത്മക ഘട്ടം സിംബോളിക് സ്റ്റേജ്. അമൂർത്ത ആശയങ്ങൾ, പ്രതീകങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പഠനമാണ് ഏത് ഘട്ടത്തിൽ നടക്കുന്നത്? പ്രതിരൂപാത്മക ഘട്ടത്തില് നടക്കുന്നത്. അമൂർത്ത ആശയങ്ങൾ, പ്രതീകങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പഠനം. കുട്ടി നേടിയ അറിവിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് കോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അടുത്തത്, ബുദ്ധിശോധകങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലോ, ബുദ്ധിശോധകത്തിന്റെ പിതാവ് ആരാണ്? ആൽഫ്രഡ് ബിനെ. ബുദ്ധിശോധകത്തിന്റെ പിതാവ് ആരാണ്? ആൽഫ്രഡ് ബിനെയാണ്. അപ്പൊ ബുദ്ധിശോധകങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ഓരോ സമയം പരിശോധിക്കപ്പെടുന്നവരുടെ എണ്ണത്തെ ആധാരമായുള്ള വർഗീകരണവും, രണ്ടാമത്തെ ഉപയോഗിക്കുന്ന മാധ്യമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണവും. ബുദ്ധിശോധകങ്ങൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തെയാണ് ഓരോ സമയം പരിശോധിക്കപ്പെടുന്നവരുടെ എണ്ണത്തെ ആധാരമാക്കിയുള്ള വർഗീകരണവും, പിന്നെയോ ഉപയോഗിക്കുന്ന മാധ്യമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള
വർഗീകരണവും. ഇനി ഓരോ സമയം പരിശോധിക്കപ്പെടുന്നവരുടെ എണ്ണത്തെ ആധാരമായുള്ള വർഗീകരണത്തെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. വ്യക്തിശോധകങ്ങളും സംഘശോധകങ്ങളും. ഇൻഡിവിജ്വൽ ടെസ്റ്റും ഗ്രൂപ്പ് ടെസ്റ്റും. വ്യക്തിശോധകങ്ങളും സംഘശോധകങ്ങളായിട്ട് വീണ്ടും തിരിച്ചേക്കണം. ഇനി രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ച് ഉപയോഗിക്കുന്ന മാധ്യമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണത്തിനെ മൂന്നായിട്ട് വീണ്ടും തിരിച്ചിരിക്കുന്നു. ഭാഷാപരമായ ശോധകങ്ങൾ വെർബൽ ടെസ്റ്റ്, ഭാഷാപരമല്ലാത്ത ശോധകങ്ങൾ നോൺ വെർബൽ ടെസ്റ്റ്, മൂന്നാമത്തെ പ്രകടന ശോധകങ്ങൾ പെർഫോമൻസ് ടെസ്റ്റ്. അപ്പം ഉപയോഗിക്കുന്ന മാധ്യമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണത്തെ വീണ്ടും മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഭാഷാപര ശോധകങ്ങൾ, രണ്ടാമത്തെ ഭാഷാപരമല്ലാത്ത ശോധകങ്ങൾ നോൺ വെർബൽ ടെസ്റ്റ്, മൂന്നാമത്തെ പ്രകടന ശോധകങ്ങൾ. ഇനി അപ്പൊ എന്തായിരിക്കും ഈ വ്യക്തി ശോധകങ്ങൾ അഥവാ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പേഴ്സണൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന് ഉദാഹരണമാണ് സ്റ്റാൻഫോർഡ് ബിനെ ബുദ്ധിശോധകവും വെസ്ലർ ബെവല്യു ബുദ്ധിശോധകവും അതുപോലെ തന്നെ കോയയുടെ ബ്ലോക്ക് ഡിസൈൻ ശോധകവും. വ്യക്തിശോധകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? പേഴ്സണൽ ടെസ്റ്റിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റാൻഫോർഡ് ബിനെ ബുദ്ധിശോധകം, വെസ്ലർ ബെല്ലവ്യൂ ബുദ്ധിശോധകം, വെസ്ലർ ബെല്ലവ്യൂ ബുദ്ധിശോധകം. പിന്നെയോ കോയയുടെ ബ്ലോക്ക് ഡിസൈൻ ശോധകം. ഇനി സംഘശോധകങ്ങൾ അഥവാ ഗ്രൂപ്പ് ടെസ്റ്റിന് ഉദാഹരണമാണ് ഗ്രൂപ്പ് ഇന്റലിജൻസ് ടെസ്റ്റ് ഓഫ് ദ ബുറെ ഓഫ് സൈക്കോളജി. ഗ്രൂപ്പ് ഇന്റലിജൻസ് ടെസ്റ്റ് ഓഫ് ദ ബുറെ ഓഫ് സൈക്കോളജി. ഇനി ഭാഷാപരമായ ശോധകങ്ങളാണ് വെർബൽ ടെസ്റ്റ്. നാലാമത് നമ്മൾ എന്ത് പറഞ്ഞത്? ഭാഷാപരമല്ലാത്ത ശോധകങ്ങൾ, അത് നോൺ വെർബൽ ടെസ്റ്റ് ഉദാഹരണങ്ങൾ ഏതൊക്കെയായിരിക്കും? റാവൻസ് പ്രോഗ്രസീവ് മട്രിസസ് ടെസ്റ്റ്, റാവൻസ് പ്രോഗ്രസീവ് മട്രിസസ് ടെസ്റ്റും പിറ്റ്ഗൺസ് നോൺ വെർബൽ ടെസ്റ്റും. നോൺ വെർബൽ ടെസ്റ്റിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? റാവൻസ് പ്രോഗ്രസീവ് മട്രിസസ് ടെസ്റ്റും പിറ്റ്ഗൺസ് നോൺ വെർബൽ ടെസ്റ്റും. രണ്ടെണ്ണം, പിറ്റ്ഗൺസ് നോൺ വെർബൽ ടെസ്റ്റും. അടുത്താണ് പ്രകടന ശോധങ്ങൾ പെർഫോമൻസ് ടെസ്റ്റിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ദ ആർദർ പെർഫോമൻസ് സ്കെയിൽ, ബാട്ടിയാസ് പെർഫോമൻസ് ടെസ്റ്റ്, പിൻഡർ പാറ്റേൺസ് പെർഫോമൻസ് സ്കെയില്, വെസ്ലർ ബെല്ലവ്യൂ ഇന്റലിജൻസ് ടെസ്റ്റ്. ഏതൊക്കെയാണ് പ്രകടന ശോധകങ്ങൾ അഥവാ പെർഫോമൻസ് ടെസ്റ്റിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ദ ആർദർ പെർഫോമൻസ് സ്കെയിലും ബാട്ടിയാസ് പെർഫോമൻസ് ടെസ്റ്റ്, പിൻഡർ പാറ്റേൺസ് പെർഫോമൻസ് സ്കെയില്, വെസ്ലർ ബെല്ലവ്യൂ ഇന്റലിജൻസ് സ്കെയില്. ഓക്കെ, വെസ്ലർ ബെല്ലവ്യൂ മുദ്ദിബാമിനി അഥവാ ഇന്റലിജൻസ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഷോർട്ട് ഫോം എന്താണ്? WBIS. WBIS വികസിപ്പിച്ചത് ആരാണ്? ഇനി അതിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ വെസ്ലർ ബെവല്യൂ മുദ്ദിബാമിനി WBIS ആരാണ് വികസിപ്പിച്ചത്? ഡേവിഡ് വെസ്ലർ ആണ്. ആരാണ്? ഡേവിഡ് വെസ്ലർ. 1955 ആദ്യമായി പരിഷ്കരിച്ചു. അപ്പോൾ 3 വ്യത്യസ്ത മാപിനികൾ നിലവിൽ വന്നു. ഒന്നാമത്തെ വെസ്ലറുടെ പ്രീ സ്കൂൾ പ്രൈമറി സ്കൂൾ ബുദ്ധി മാപിനി WPPSI. വെസ്ലറുടെ പ്രീ സ്കൂൾ പ്രൈമറി സ്കൂൾ ബുദ്ധി മാപിനി. വെസ്ലറുടെ പ്രീ സ്കൂൾ പ്രൈമറി സ്കൂൾ ബുദ്ധി മാപിനി WPPSI. രണ്ടാമത്തെ വെസ്ലറുടെ കുട്ടികൾക്കായുള്ള ബുദ്ധിമാപിനി WISC. വെസ്ലറുടെ കുട്ടികൾക്കായുള്ള ഏതാണ്? ബുദ്ധിമാപിനി. മൂന്നാമത്തെ പ്രായപൂർത്തിയായവർക്കുള്ള വെസ്ലർ ബുദ്ധിമാപിനി WAIS. പ്രായപൂർത്തിയായവർക്കുള്ള വെസ്ലർ ബുദ്ധിമാപിനിയാണ് ഏതാണ്? WAIS. ഓക്കെ. ഇനി ബഹുമുഖ ബുദ്ധികൾ ആരാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞല്ലേ, ബഹുമുഖ ബുദ്ധികൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ആരാണ്? ഹവാർഡ് ഗാർട്ട്നർ ആണ്. ഹവാർഡ് ഗാർട്ട്നറുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പീറ്റർ സലോവ, ജോൺ മേയർ എന്നിവർ വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചു. വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന് വിപുലമായ പ്രചാരവും സ്വീകാര്യതയും ലഭിച്ചത് ഡാനിയൽ ഗോൾമാൻ 1995 ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതിലൂടെയാണ്. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് ആരുടെയാണ്? ഡാനിയൽ ഗോൾമാന്റെയാണ്.
വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ഇന്റലിജൻസ് വിശദീകരിക്കപ്പെടുന്നത് 5 തലങ്ങളിലാണ്. ഏതൊക്കെയാണ് ആ തലങ്ങള്? ഒന്നാമത്തെ, നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക, നോയിങ് അവർ ഇമോഷൻസ്. 2, വികാരങ്ങളെ നിയന്ത്രിക്കുക, മാനേജിങ് അവർ ഇമോഷൻസ്. 3, സ്വയം പ്രചോദിതമാകുക, മോട്ടിവേറ്റിംഗ് ഔർസെൽസ്. 4, മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയുകയും സ്വാധീനിക്കുകയും ചെയ്യുക, റെക്കഗ്നൈസിംഗ് ദ ഇമോഷൻസ് ഓഫ് അതേഴ്സ്. 5, ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഡീലിംഗ് റിലേഷൻസ് എഫക്റ്റീവ്ലി. ഏതൊക്കെയാണ്? 5 തലങ്ങളിലായാണ് വൈകാരിക ബുദ്ധി വിശദീകരിക്കപ്പെടുന്നത്. ഏതൊക്കെയാണ്? 1, നമ്മുടെ വികാരങ്ങളെ തന്നെ തിരിച്ചറിയണം. പിന്നെയോ, വികാരങ്ങൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. പിന്നെ എന്ത് ചെയ്യണം? സ്വയം പ്രചോദിതമാകണം. മറ്റുള്ളവരുടെ വികാരങ്ങൾ അറിയുകയും സ്വാധീനിക്കുകയും ചെയ്യുക, ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഈ 5 തലങ്ങളാണ് വൈകാരിക ബുദ്ധി വിശദീകരിക്കപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് തന്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള പ്രചോദകമായി തിരിച്ചറിവിനെ ഉപയോഗപ്പെടുത്താനുള്ള സാമൂഹ്യമായ ബുദ്ധിശക്തി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഒരു വ്യക്തിക്ക് തന്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള പ്രചോദകമായി തിരിച്ചറിവിനെ ഉപയോഗപ്പെടുത്താനുള്ള സാമൂഹ്യമായ ബുദ്ധിശക്തിയാണ് ഏത്? വൈകാരിക ബുദ്ധി. ഏതാണ്? വൈകാരിക ബുദ്ധി. അങ്ങനെയെങ്കിൽ വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? ഏതൊക്കെയായിരിക്കും? ചിന്തിച്ച് തീരുമാനം എടുക്കാനുള്ള കഴിവ്, വികാരങ്ങളെ തിരിച്ചറിയാനും ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കാനുള്ള ശേഷി, ആശയവിനിമയ ശേഷി മൂലം മറ്റുള്ളവരുടെ ശ്രദ്ധയും വിശ്വാസവും പിടിച്ചുപറ്റാനുള്ള കഴിവ്, നർമ്മബോധത്തോടെ ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള ശേഷി, ചുമതലകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ്, ആശയ സംഘർഷങ്ങളെ ആരോഗ്യകരവും ക്രിയാത്മകവുമായ രീതിയിൽ പരിഹരിക്കാനുള്ള ശേഷി. അതൊക്കെയാണ് വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകള്. ചിന്തിച്ച് തീരുമാനം എടുക്കാനുള്ള കഴിവ്, വികാരങ്ങളെ തിരിച്ചറിയാനും ഔചിത്യപൂർവ്വം പ്രകടിപ്പിക്കാനുള്ള ശേഷി, ആശയവിനിമയ ശേഷി മൂലം മറ്റുള്ളവരുടെ ശ്രദ്ധയും വിശ്വാസവും പിടിച്ചു പറ്റാനുള്ള കഴിവ്, പിന്നെയോ നർമ്മബോധത്തോടെ ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള ശേഷി, ചുമതലകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ്, ആശയ സംഘർഷങ്ങളെ ആരോഗ്യകരവും ക്രിയാത്മകവുമായ രീതിയിൽ പരിഹരിക്കുന്നതിനുള്ള ശേഷി. ഓക്കെ, ഇനി പഠനതന്ത്രങ്ങളെ കുറിച്ച് പഠിക്കുകയാണെങ്കിലോ, പഠനതന്ത്രങ്ങൾ ഏതൊക്കെയാണ്? സംവാദാത്മക പഠനതന്ത്രങ്ങളുണ്ട്, ഗവേഷണാത്മക പഠനതന്ത്രങ്ങൾ, നിർമ്മാണാത്മക തന്ത്രങ്ങൾ, സർഗാത്മക പഠനതന്ത്രങ്ങൾ. 4 പഠനതന്ത്രങ്ങളുണ്ട്. ഏതൊക്കെയാണ് 4 പഠനതന്ത്രങ്ങള്? സംവാദാത്മക പഠനതന്ത്രങ്ങൾ, 2 ഗവേഷണാത്മക പഠനതന്ത്രങ്ങൾ, 3 നിർമ്മാണാത്മക തന്ത്രങ്ങൾ, 4 സന്മാർഗ പഠന തന്ത്രങ്ങൾ. അപ്പൊ ആദ്യത്തെ സംവാദക പഠനതന്ത്രങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ചർച്ച, സംവാദം, സെമിനാർ. സംവാദിക്കുക, സംവാദാത്മക പഠനതന്ത്രം, ചർച്ച, സംവാദം, സെമിനാർ. ഗവേഷണം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? പ്രോജക്റ്റ്, സർവേ. ഇനി നിർമ്മാണാത്മകം എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? മോഡലുകളുടെ നിർമ്മാണവും രൂപങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവയുടെ നിർമ്മിതി. പിന്നെയോ ICT പ്രയോജനപ്പെടുത്തി തയ്യാറാക്കുന്ന സാമഗ്രികൾ. അതായത് ഏതില് വരുന്നത്? നിർമ്മാണാത്മക തന്ത്രങ്ങൾ വരുന്നതാണ്. ഇനി 4-മത്തെയായ സർഗാത്മക പഠന തന്ത്രങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പാഠഭാഗങ്ങളിൽ ആശയം നാടകമാക്കല്, റോൾ പ്ലേ, പാവനാടകം, സംഗീതാവിഷ്കാരം, നൃത്താവിഷ്കാരം. ഇതൊക്കെ എന്തില് വരുന്നതാണ്? സർഗാത്മക പഠന തന്ത്രങ്ങളിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിക്കാം അല്ലെ, റോൾ പ്ലേ ഏതില് വരുന്നതാണ്? ഏത് പഠനതന്ത്രവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ഏതിലാണ്? സർഗാത്മക പഠനതന്ത്രത്തിൽ പെട്ടതാണ്. അതുപോലെ തന്നെ പ്രോജക്റ്റ്, സർവേ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തിൽ പെടുന്നതാണ്? ഗവേഷണാത്മക പഠനതന്ത്രത്തിൽ പെടുന്നതാണ്. ICT പ്രയോജനപ്പെടുത്തി തയ്യാറാക്കുന്ന സാമഗ്രികൾ എന്തിൽ വരും? നിർമ്മാണാത്മക തന്ത്രങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് സംഘപഠന തന്ത്രങ്ങൾ. സംഘപഠന തന്ത്രങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സംഘപഠന തന്ത്രങ്ങൾ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ സമസംഘ പഠനം, പിയർ ലേണിംഗ്. 2-മത്തെ സഹകരണാത്മക പഠനം, കോപ്പറേറ്റീവ് ലേണിംഗ്. 3-മത്തെ സഹവർത്തിത പഠനം, കോളാബറേറ്റീവ് ലേണിംഗ്. ഇത് 3ഉം ഓർത്തിരിക്കണം കേട്ടോ. സംഘപഠന തന്ത്രങ്ങളെ 3ആയിട്ട് തിരിക്കാൻ നമുക്ക്. ഒന്നാമത്തേതാണ് സമസംഘ പഠനം, പിയർ ലേണിംഗ്.
അവിടെ എത്ര പേരുണ്ടാവും? 2 പേരുണ്ടാവുള്ളൂ അല്ലെ. സമാന താല്പര്യമുള്ള 2 പഠിതാക്കളുടെ സംഘമാണ് ഏത്? സമസംഘ പഠനം അല്ലെങ്കിൽ പിയർ ലേണിംഗ്. 2 പേര് നല്ല ഫ്രണ്ട്സ് ആയിട്ട് അവർ തമ്മിൽ പഠിക്കും. അതാണ് സമസംഘ പഠനം എന്ന് പറയുന്നത്. അവ നിശ്ചിത പഠന ലക്ഷ്യം നേടുന്നതിന് പരസ്പരം ചർച്ചകളും സംവാദങ്ങൾ എന്നിവ നടത്തുന്ന പഠന പ്രക്രിയയാണ് സമസംഘ പഠനം. ഇനി അങ്ങനെയെങ്കിൽ സഹകരണാത്മക പഠനം എന്തായിരിക്കും? കോഓപ്പറേറ്റീവ് ലേണിംഗ്. അതായത് ഇത് എന്തായിരിക്കും? സഹകരണം വേണം അല്ലെ, സഹകരണം. അപ്പൊ ആ വാക്കിൽ തന്നെ ഉണ്ട്, കുട്ടികൾ എന്താണ് കുറച്ച് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് അവർക്കൊരു കാര്യം കൊടുക്കും. അപ്പം എന്താണ് കുട്ടികളെ സംഘങ്ങളാക്കി പഠിപ്പിക്കുന്നതിലുപരി കുട്ടികളിൽ പരസ്പര ആശ്രിതത്വം രൂപപ്പെടുത്തുന്ന പ്രക്രിയ കൂടിയാണ്. വ്യത്യസ്ത നിലവാരക്കാരായ കുട്ടികളുടെ ചെറു സംഘങ്ങളിൽ ലഭിക്കുന്ന വൈവിധ്യമാർന്ന പഠന അനുഭവങ്ങൾ അവരുടെ ധാരണകളും ശേഷികളും വികസിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അതാണ് സഹകരണാത്മക പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സഹവർത്തിത പഠനം അഥവാ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അതിലധികമോ അംഗങ്ങളുള്ള സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനോ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനോ ഉള്ള ശ്രമത്തിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് സഹവർത്തിത പഠനം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. സമസംഘ പഠനം നമുക്ക് പെട്ടെന്ന് ഓർക്കാം അല്ലെ, 2 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കണം. ഇനി സഹകരണാത്മക പഠനം എന്ന് വെച്ചാൽ കുട്ടികൾ ഗ്രൂപ്പ് ആക്കിയിട്ട് അവരുടെ ആ ഒരു പരസ്പര ആശ്രിതത്വം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്രൂപ്പ് തിരിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ ആ പഠന അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് പറ്റും. സഹവർത്തിത പഠനം അഥവാ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അതിലധികമോ അംഗങ്ങളുള്ള സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനോ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനോ ഉള്ള ശ്രമത്തിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് സഹവർത്തിത പഠനം. സഹവർത്തിത പഠനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൊടുക്കാണ് കുട്ടികൾക്ക്. ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. 2 പേരോ അല്ലെങ്കിൽ 2-3 പേര് കൂടി ഒരു സംഘമായിട്ട് നമ്മൾ തിരിച്ചു. എന്നിട്ട് അവരോട് പറയാണ് ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിക്കാൻ പറയാണ്. അപ്പൊ ആ ടോപ്പിക് ഫ്രൂട്ട്സ് ആണ്. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യും? പലരും പല ഫ്രൂട്ടിനെ കുറിച്ചിട്ട് കളക്ട് ചെയ്ത് വരും. ആപ്പിള്, മുന്തിരി, അങ്ങനെ പലരും പലത് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഒന്നിച്ച് ടോപ്പിക് എന്തായിരുന്നു? ഫ്രൂട്ട്സിനെ കുറിച്ചിട്ട് അവര് പറയുന്നു. അതാണ് അവിടെ എന്താണ്? ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനോ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ ഉള്ള ശ്രമത്തിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഏത്? സഹവർത്തിത പഠനമെന്ന് പറയുന്നത്. ഓക്കെ. ഇനി 1 മുതൽ 12 വയസ്സ് വരെയുള്ള ക്ലാസ്സുകളിലെ മുഴുവൻ പാഠപുസ്തകങ്ങളും ഡിജിറ്റൽ റിസോഴ്സുകളും പൊതുജനങ്ങൾ ഉള്ളവർക്ക് ലഭ്യമാകുന്ന ഓൺലൈൻ പോർട്ടൽ ഏതാണ്? സമഗ്ര. ഇതാണ് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ മുഴുവൻ പാഠപുസ്തകങ്ങളും ഡിജിറ്റൽ റിസോഴ്സുകളും പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഭ്യമാക്കുന്ന ഓൺലൈൻ പോർട്ടലാണ് ഏത്? സമഗ്ര. അങ്ങനെ ആണെങ്കിൽ വിക്കിപീഡിയ എന്തായിരിക്കും? എല്ലാ ഭാഷകളിലും ലാഭേച്ഛയില്ലാതെ സ്വതന്ത്രവും സമ്പൂർണവുമായ ഒരു വിജ്ഞാന കോശം നിർമ്മിക്കാനുള്ള കൂട്ടായ സംരംഭമാണ് ഏത്? വിക്കിപീഡിയ. എല്ലാ ഭാഷകളിലും ലാഭേച്ഛയില്ലാതെ സ്വതന്ത്രവും സമ്പൂർണമായ ഒരു വിജ്ഞാന കോശം നിർമ്മിക്കാനുള്ള കൂട്ടമായ സംരംഭമാണ് ഏത്? വിക്കിപീഡിയ. അങ്ങനെയെങ്കിൽ SCERTയുടെ ധർമ്മം എന്തായിരിക്കും? SCERT സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. SCERT സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസത്തിന് അക്കാദമിക നേതൃത്വം നൽകുന്ന സ്വയം ഭരണ സ്ഥാപനമാണ് SCERT സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസത്തിന് അക്കാദമിക നേതൃത്വം നൽകുന്ന സ്വയം ഭരണ സ്ഥാപനം എന്നാണ് സ്ഥാപിതമായത്? 1994. എന്നാണ്? 1994 വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളുടെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുകയാണ് SCERTയുടെ പ്രധാന ചുമതല. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളുടെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുകയാണ് ആരുടെ ചുമതല? SCERTയുടെ ചുമതല. മറ്റു ചുമതലകൾ ഇതൊക്കെയാണ്: അധ്യാപകർക്കും കുട്ടികൾക്കുമുള്ള കൈപുസ്തകങ്ങൾ തയ്യാറാക്കുക, അധ്യാപകർക്കുള്ള പരിശീലന പരിപാടികളുടെ കോഴ്സ് SRG എന്നിവ സംഘടിപ്പിക്കുക, വിദ്യാഭ്യാസ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുക, വിവിധ പരീക്ഷകളുടെ അതായത് SSLC, KTET, LSS, USS
മുതലായ പരീക്ഷകളുടെ സിലബസ് ഒക്കെ തയ്യാറാക്കുന്നതും ആര് തന്നെയാണ്? SCERT ആണ്. അടുത്തതാണ് സിമാറ്റ്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ്. SIEMAT, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ്. 2005 ജൂലൈ 21 സ്ഥാപിതമായത്. 2005 ജൂലൈ 21 സ്ഥാപിതമായത്. വിദ്യാഭ്യാസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുകയാണ് സിമാറ്റിന്റെ ലക്ഷ്യം. എന്താണ്? വിദ്യാഭ്യാസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുക. ഇതാണ് ആരുടെ പരിപാടി? സിമാറ്റിന്റെ പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങൾ നടത്തുക, പ്രൈമറി സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ തലവന്മാർക്കുള്ള, അതായത് ഹെഡ് മാസ്റ്ററിനും പ്രിൻസിപ്പളിനൊക്കെ ഉള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആരാണ്? സിമാറ്റ് ആണ്. വിദ്യാഭ്യാസ ഓഫീസർക്കുള്ള ശാക്തീകരണ പരിപാടികളും വിദ്യാഭ്യാസ ഓഫീസുകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാരുള്ള മാനേജ്മെന്റ് പരിശീലനം, സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ, ഇതെല്ലാം നടത്തുന്നത് ആരാണ്? സിമാറ്റ് ആണ്. അപ്പൊ സിമാറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്? വിദ്യാഭ്യാസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങള്, അതുപോലെ തന്നെ പ്രൈമറി, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, വൊക്കേഷൻ അവരുടെയൊക്കെ ഹെഡ് മിസ്ട്രസിനും ഹെഡ് മാസ്റ്ററിനും പ്രിൻസിപ്പളിനൊക്കെ കൊടുക്കുന്ന പരിശീലന പരിപാടികളും, പിന്നെ അതുപോലെ തന്നെയോ വിദ്യാഭ്യാസ ഓഫീസർമാർക്കുള്ള ശാക്തീകരണ പരിപാടി, വിദ്യാഭ്യാസ ഓഫീസുകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്കുള്ള മാനേജ്മെന്റ് പരിശീലനം, സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ, ഇതെല്ലാം നടത്തുന്നത് ആരാണ്? സിമാറ്റ് ആണ്. ഓക്കെ. ഇനി അടുത്തതാണ് സൈറ്റ്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി, സൈറ്റ്. ഇനി അദ്ദേഹത്തിന്റെ പരിപാടി എന്തായിരിക്കും? പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സൈറ്റ്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി. വീഡിയോ, ഓഡിയോ പ്രോഗ്രാമുകൾ, കമ്പ്യൂട്ടർ, മൾട്ടിമീഡിയ തുടങ്ങിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കലും വിതരണം ചെയ്യലുമാണ് നമ്മുടെ സൈറ്റിന്റെ പ്രധാന ചുമതല. അപ്പൊ സൈറ്റിന്റെ പ്രധാന ചുമതല ഏതൊക്കെയാണ്? വീഡിയോ, ഓഡിയോ പ്രോഗ്രാമുകൾ, കമ്പ്യൂട്ടർ, മൾട്ടിമീഡിയ തുടങ്ങിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ തയ്യാറാക്കലൊക്കെയാണ് ആരുടെ പരിപാടി? സൈറ്റിന്റെ പരിപാടി. അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കുക, ഓൺലൈൻ കോഴ്സുകൾ സംഘടിപ്പിക്കൽ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വികസിപ്പിക്കൽ, ചിൽഡ്രൻ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കൽ, പാഠ്യ വിഷയങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കൽ. ഏതൊക്കെയാണ് സൈറ്റിന്റെ പരിപാടികൾ? പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കുക, ഓൺലൈൻ കോഴ്സുകളൊക്കെ സംഘടിപ്പിക്കുക, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വികസിപ്പിക്കൽ, ചിൽഡ്രൻ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കൽ, പാഠ്യ വിഷയങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കൽ. ഇതൊക്കെയാണ് ആരുടെ പണി? സൈറ്റിന്റെ പരിപാടി. അടുത്തതാണ് കൈറ്റ്. കൈറ്റ് ആരാണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, KITE. സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലോ സർക്കാർ സഹായത്തോടെയോ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിന് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് ഏത്? കൈറ്റ്. 2001 മുതൽ ഉണ്ടായിരുന്ന IT അറ്റ് സ്കൂൾ എന്ന പ്രോജക്റ്റിനെയാണ് 2017 ഓഗസ്റ്റിൽ എന്താക്കി മാറ്റിയത്? കൈറ്റാക്കി മാറ്റിയത്. ഓക്കെ. ഇനി കൈറ്റിന്റെ നേതൃത്വത്തിലുള്ള ചില സംരംഭങ്ങളാണ് ഏതൊക്കെ? സമേതം, കേരള സ്കൂൾ ഡേറ്റ ബാങ്ക് ആണ് സമേതം. കേരള സ്കൂൾ ഡേറ്റ ബാങ്ക് ആണ് സമേതം. കൂൾ, KOOL, കൈറ്റിന്റെ ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് സംവിധാനമാണ് കൂൾ. കൈറ്റിന്റെ ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് സംവിധാനമാണ് കൂള്. പിന്നെ ഹൈടെക് സ്കൂള്, വിക്ടേഴ്സ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. വിക്ടേഴ്സ് ചാനൽ 2006 ആരംഭിച്ചു, എഡുസാറ്റിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു. വിക്ടേഴ്സ് എന്താണ്? അതൊരു ചാനലാണ്. എന്നാ വന്നത്? 2006 എഡുസാറ്റിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു. പിന്നെ ഉള്ള സംരംഭമാണ് സമഗ്ര റിസോഴ്സ് പോർട്ടല്, സ്കൂളുകളുടെയും കോളേജുകളുടെയും നവീകരണം. സമ്പൂർണ്ണ സ്കൂൾ മാനേജ്മെന്റ് സൊല്യൂഷൻ 2010 ആരംഭിച്ചു. സ്കൂൾ വിക്കി, ലിറ്റിൽ കൈറ്റ്സ്, IT ക്ലബ്ബുകൾ പദ്ധതികൾ 2018 ജനുവരി 22 ആരംഭിച്ചു. ലിറ്റിൽ കൈറ്റ്സ് കേട്ടോ. ലിറ്റിൽ കൈറ്റ്സ് എന്താണ്? IT ക്ലബ്ബുകൾ പദ്ധതി
2018 ജനുവരി 22 ആരംഭിച്ചു. SCERTയുമായി സഹകരിച്ച് ICT പാഠപുസ്തകങ്ങൾ തയ്യാറാക്കൽ. ഇതൊക്കെയാണ് ആരുടെ സംരംഭങ്ങൾ? കൈറ്റിന്റെ നേതൃത്വത്തിലുള്ള ചില സംരംഭങ്ങൾ. ഇനി അടുത്താണ് ഡയറ്റ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രമാണ് ഡയറ്റ്. എന്ന് സ്ഥാപിതമായത് 1989. 1986 വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 1989 ഡയറ്റുകൾ സ്ഥാപിതമായി. 1986 വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 1989 എന്ത് സ്ഥാപിതമായി? ഡയറ്റുകൾ സ്ഥാപിതമായി. എലിമെന്ററി വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വികസിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് ഡയറ്റുകൾ സ്ഥാപിച്ചത്. ഓർത്തിരിക്കുക വാക്ക് എലിമെന്ററി. എലിമെന്ററി വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വികസിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് ഡയറ്റുകൾ സ്ഥാപിതമായത്. ഇനി അവരുടെ ചുമതല ഏതൊക്കെയാണ്? ജില്ലാതല റിസോഴ്സ് ഗ്രൂപ്പ് സജ്ജമാക്കൽ, പാദവാർഷികം, അർദ്ധവാർഷികം, വാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പർ നിർമ്മാണം. ഓർത്തിരിക്കണേ, പാദവാർഷികം, അർദ്ധവാർഷികം, വാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പർ ആരാ കൊണ്ടുവരുന്നത്? ഡയറ്റാണ്. SSK പദ്ധതിയുടെ ഭാഗമായ BRCയുടെ അക്കാദമിക ചുമതല, സബ് ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ തലങ്ങളിലെ വിദ്യാലയങ്ങളുടെ അക്കാദമിക ചുമതല, വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ഘട്ടത്തിലും നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ജില്ലാതല അക്കാദമിക ചുമതല. പിന്നെയോ ഭിന്നശേഷിക്കാർക്കുള്ള അക്കാദമിക പിന്തുണ ഉറപ്പാക്കൽ. ആരുടെ ഉത്തരവാദിത്തമാണ്? ഡയറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ. ഇനി അടുത്തതാണ് സമഗ്ര ശിക്ഷ കേരളം. SSK സമഗ്ര ശിക്ഷ കേരള. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ സർവശിക്ഷ അഭിയാൻ SSAയുടെ തുടർച്ചയാണ് SSK. 2018 ആരംഭിച്ച SSK പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാലയങ്ങൾക്ക് അക്കാദമികവും ഭൗതികവുമായ പിന്തുണ നൽകുന്ന സ്ഥാപനമാണ്. ജില്ലാ തലങ്ങളിലും ബ്ലോക്ക് തലങ്ങളിലും പരിശീലനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു. സൗജന്യ പാഠപുസ്തകം, അതായത് 8ാം ക്ലാസ് വരെ, സൗജന്യ യൂണിഫോം എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകുന്നു. ഓരോ തലത്തിലും വിദ്യാലയ പിന്തുണ സംവിധാനം ഉറപ്പാക്കുകയാണ് ഈ പ്രോജക്റ്റിന്റെ ലക്ഷ്യം. ഓക്കെ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എറിക്സന്റെ സാമൂഹ്യ വികാസ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? എറിക്സന്റെ സാമൂഹ്യ വികാസ ഘട്ടങ്ങൾ. എറിക്സൺ സാമൂഹ്യ വികാസ ഘട്ടങ്ങളെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം എന്നും പറയൂട്ടോ. മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം എന്നും പറയുന്നു. ഏതൊക്കെയാണ്? 8 ഘട്ടങ്ങളാണ് ഉള്ളത്. ഓർത്തിരിക്കുക, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതിന്റെ ഓർഡർ തെറ്റിച്ച് തന്നിട്ട് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ 2 നിന്നിട്ട് 3ാമത്തെ ഏതാന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ പല ഇതായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഓർഡർ ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കാം. എറിക്സന്റെ സാമൂഹ്യ വികാസ ഘട്ടങ്ങള് ഏതൊക്കെയാണ്? എറിക്സന്റെ വിശ്വാസം വേഴ്സസ് അവിശ്വാസം, അതായത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. രണ്ടാമത്തെ സ്വാശ്രയത്വം വേഴ്സസ് ലജ്ജ, അതായത് ഓട്ടോണോമി വേഴ്സസ് ഷെയിം. മൂന്നാമത്തെ നേതൃത്വ ഗുണം വേഴ്സസ് കുറ്റബോധം, അതായത് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. ഇനി 4ാമത്തെ ഏതാണ്? ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത, അതായതാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി. ഇനി 5ാമത്തെയാണ് വ്യക്തിത്വ സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തിത്വ പ്രതിസന്ധി. വ്യക്തിത്വ സ്ഥാപനം വേഴ്സസ് വ്യക്തിത്വ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. 6ാമത്തെ നല്ല സൗഹൃദം വേഴ്സസ് ഏകാകിത്വം, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. 7ാമത്തെ സർഗാത്മക വേഴ്സസ് അലസത, അതായത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. 8ാമത്തെ സമഗ്രത വേഴ്സസ് നിരാശ, ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. ഏതൊക്കെയാണ്? 8 ഓർത്ത് പഠിച്ചോട്ടോ. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണോമി വേഴ്സസ് ഷെയിം, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ.
8 അത് ഓർഡർ തന്നെ പഠിച്ചിരിക്കണേ. കൂട്ടുകാർ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും നമ്മൾ റിവിഷൻ ഭാഗമായിട്ട് ഒന്നുകൂടി ഇതായിട്ട് പറഞ്ഞു. അപ്പൊ അതിന്റെ ആ ഒരു ഇയറും കൂടി, അതായത് അവരുടെ ഏജ് ലിമിറ്റും കൂടി ഒന്ന് ഓർത്തിരിക്കണം. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? ജനനം മുതൽ 1.5 വയസ്സ് വരെ. ഇനി ഓട്ടോണോമി വേഴ്സസ് ഷെയിം, സ്വാശ്രയത്വം വേഴ്സസ് ലജ്ജ, എത്രയാണ്? 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെ. ഇനി മൂന്നാമത്തെയാണ് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്, നേതൃത്വ ഗുണം വേഴ്സസ് കുറ്റബോധം, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. നാലാമത്തെ ഏതാണ്? നാലാമത്തെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത, 6 മുതൽ 12 വയസ്സ് വരെ. അഞ്ചാമത്തെയാണ് ഏതാണ്? അഞ്ചാമത്തെ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, വ്യക്തിത്വ സ്ഥാപനം വേഴ്സസ് വ്യക്തിത്വ പ്രതിസന്ധി, കൗമാര കാലഘട്ടമാണ്, 12 മുതൽ 18 വയസ്സ് വരെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് എപ്പോഴും ചോദിക്കുന്ന സാധനമാണ് കേട്ടോ. കൗമാര കാലഘട്ടം എറിക്സന്റെ ഏതാണ്? ഏതായിരിക്കും പിന്നെ? ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ്. ഓർത്തിരിക്കുക, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ കൗമാര കാലത്തിലാണ്, 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. അടുത്തത് ആറാമത്തെ ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ, നല്ല സൗഹൃദം വേഴ്സസ് ഏകാകിത്വം, 18 മുതൽ 35 വയസ്സ് വരെ. സർഗാത്മകത വേഴ്സസ് അലസത, 35 മുതൽ 60 വരെ. അതായത് ഏതാണ്? ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ലാസ്റ്റ് എട്ടാമത്തെ സമഗ്രത വേഴ്സസ് നിരാശ, 60 വയസ്സിന് ശേഷമുള്ള കാലമാണ്. സർഗാത്മകയും അലസതയും ഏതിലാ വരുന്നത്? 35 തൊട്ട് 60 വരെയാണ്. 60 വയസ്സിന് മുകളിൽ ഏതാണ്? ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് നോക്കിയേക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി, വളരെ പ്രധാനപ്പെട്ടതാണ്. അതും ഓർഡർ തന്നെ പഠിക്കണം. ആദ്യത്തെ ഏതാണ്? ഏറ്റവും താഴത്തെ ഏതാണ്? ജൈവിക ആവശ്യങ്ങൾ, ഫിസിക്കൽ നീഡ്സ്, സുരക്ഷിതത്വം, സ്നേഹിക്കപ്പെടുക, ആദരിക്കപ്പെടുക, ആത്മസാക്ഷാത്കാരം. ഹയസ്റ്റ് ലെവലാണ് ഏത്? ആത്മസാക്ഷാത്കാരം. ഏറ്റവും താഴത്തുള്ളത്, ഏറ്റവും ബിലോ ആയിട്ടുള്ളതാണ് ജൈവിക ആവശ്യങ്ങൾ, ഫിസിക്കൽ നീഡ്സ്. അബ്രഹാം മാസ്ലോന്റെ ഹയറാർക്കി ഓഫ് നീഡ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നന്നായിട്ട് പഠിക്കണം. ഇങ്ങനെയും ചോദിക്കാം, മാസ്ലോയുടെ അഭിപ്രായത്തിൽ ആവശ്യ ശ്രേണിയിലെ ഉയർന്ന തലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, നേരത്തെ നമ്മള് പ്രതിഭാശാലികളെ കുറിച്ച് പറഞ്ഞു അല്ലെ. 130 മേളിലുള്ള ഇവരാരാണ്? പ്രതിഭാശാലികൾ എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ളവരെയും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു പോവാം. ഏതാണ്? ബിലോ 25 ഏതാണ്? ജഡബുദ്ധി ഇഡിയറ്റ്സ്. ഏതാണ്? ബിലോ 25 ഏതാണ്? ജഡബുദ്ധി ഇഡിയറ്റ്സ് ആണ്. 25 മുതൽ 49 വരെ ആണെങ്കിലോ ക്ഷീണബുദ്ധി ഇംബസിൽസ്. 25 മുതൽ 49 വരെ ക്ഷീണബുദ്ധി ഇംബസിൽസ്. 50 മുതൽ 69 വരെ മൂഢബുദ്ധി. 50 മുതൽ 69 വരെയുള്ളത് ആരാണ്? മൂഢബുദ്ധി, മോറോൺസ്. 70 താഴെ മന്ദബുദ്ധി, ഫീബിൾ മൈൻഡഡ്. 70 താഴെ വരുന്നത് മന്ദബുദ്ധി, ഫീബിൾ മൈൻഡഡ്. അപ്പം കോമൺ ആയിട്ട് ഈ മൂഢബുദ്ധി, ക്ഷീണബുദ്ധി, ജഡബുദ്ധി എല്ലാം കോമൺ ആയിട്ട് 70 താഴെയാണ്. അപ്പൊ മന്ദബുദ്ധിയാണ് താഴെ അതിന് മൊത്തം കോമൺ ആയിട്ട് പറയുന്നത് കേട്ടോ. 70 തൊട്ട് 79 അതിർത്തി രേഖയിലുള്ളവൻ, ബോർഡർ ലൈൻ. 70 തൊട്ട് 79 ബോർഡർ ലൈൻ. 80 തൊട്ട് 89 ബുദ്ധി കുറഞ്ഞവൻ, ഡൾ. 80 മുതൽ 89 ബുദ്ധി കുറഞ്ഞവൻ, ഡൾ. 90 മുതൽ 109 ശരാശരിക്കാരൻ, അതായത് ആവറേജ് ആണ്. 90 തൊട്ട് 109. 110 119 ബുദ്ധിമാൻ, സുപ്പീരിയർ. 110 മുതൽ 119 ബുദ്ധിമാൻ. 120 മുതൽ 139 അതിബുദ്ധിമാൻ, വെരി സുപ്പീരിയർ. 140 മുകളിൽ വരുമ്പോഴേക്കും എന്തായി? പ്രതിഭാശാലി, ജീനിയസ് ആയി. ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ആക്ഷൻ റിസർച്ച്, ക്രിയാഗവേഷണം ആരാണ് കൊണ്ടുവന്നത്? സ്റ്റീഫൻ എം കോറിയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ആക്ഷൻ റിസർച്ച് ആരാണ് കൊണ്ടുവന്നത്? ക്രിയാഗവേഷണം ആരാണ് കൊണ്ടുവന്നത്? സ്റ്റീഫൻ എം കോറിയാണ്. പഠന പ്രക്രിയയിൽ ഒരു ക്ലാസ് റൂമിൽ അധ്യാപകൻ നേരിടുന്ന പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി അന്വേഷിച്ച് പരിഹാരം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഗവേഷണ തന്ത്രമാണ് ആക്ഷൻ റിസർച്ച്. ക്രിയാഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ചിന്റെ ഘട്ടങ്ങളും കൂടി ഓർത്തിരിക്കാം. ഗവേഷണ പ്രശ്നം കണ്ടെത്തുക, പ്രശ്നത്തിന് പരികൽപ്പന രൂപപ്പെടുത്തുക,
പ്രവർത്തനം പദ്ധതി. മൂന്നാമത്തെ പ്രീ ടെസ്റ്റ്. 4 പ്രീ ടെസ്റ്റിന്റെ ഫല വിശകലനവും പ്രശ്ന കാരണങ്ങൾ കണ്ടെത്തലും. 5 പരിഹാര നിർദ്ദേശങ്ങൾ വികസിപ്പിക്കലും നടപ്പാക്കലും. 6 പോസ്റ്റ് ടെസ്റ്റ് വിശകലനം. 7 അന്തിമമായ വിശകലനം. അപ്പൊ ആക്ഷൻ റിസർച്ചിന്റെ കാര്യം ഓർത്തിരിക്കുക. ആരാണ് കൊണ്ടുവന്നത്? സ്റ്റീഫനും കോറിയാണ്. ഓക്കെ, പിന്നത്തെ ക്ലാസ്സിൽ എത്ര ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.